പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വാക്കുകൾ ഓരോന്നും വായിക്കുമ്പോൾ അവിടെ ഒന്നും നമ്മെ വൈകാരികമായി ഉണർത്തുന്നത് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. സുബോധത്തോടെ ഒന്ന് ശ്രദ്ധിച്ച് സുവിശേഷങ്ങളിലെ കർത്താവിൻ്റെ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ വൈകാരികമായി നമ്മെ ഉണർത്തുന്ന ഒന്നുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവിടെ വൈകാരികമായി ഉണർത്തുന്ന ഒന്നുമില്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവിടെ വൈകാരികമായി നമ്മെ ഉണർത്തുന്നത് ഒന്നുമില്ല. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവിടെ വൈകാരികമായി ഉണർത്തുന്നത് ഒന്നുമില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, അവിടെ അത് വൈകാരികമായി ഉണർത്തുന്നത് ഒന്നുമില്ല. നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്, അവിടെ അത് വൈകാരികമായി നമ്മെ ഉണർത്തില്ല. എന്നാൽ നമ്മൾ അതെല്ലാം വൈകാരികമായി കാണാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഏറ്റവും രസം. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന വചനമാണ്. കാരണം നമ്മുടെ വിഷയം ആ ഭയം അങ്ങ് മാറണം. നമ്മുടെ വിഷയം ആ ഭയത്തിന്റെ പിന്നിലുള്ള ആ റീസൺ മാറണം, അല്ലെങ്കിൽ ആ കാരണം മാറണം എന്നതല്ല. നമ്മുടെ വിഷയം അപ്പോ എന്താണോ പ്രശ്നം അത് മാറണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നത്, നമ്മെ ചിന്തിപ്പിക്കുമാറാക്കുന്നത്, നമ്മെ മോൾഡ് ചെയ്യുന്നത്, നമ്മെ പരിശീലിപ്പിക്കുന്നത്, നമ്മെ പരുവപ്പെടുത്തുന്നത് ഒന്നും അങ്ങനെ അല്ല. ശിഷ്യന്മാർ ഭയന്നു, അവർ നിലവിളിച്ചു, അവർ മരിക്കും എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നു. അവരുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ കർത്താവിനോട് നിലവിളിച്ചു. എന്തുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു? കാരണം അവർക്കറിയാൻ കർത്താവിന് അവരെ രക്ഷിക്കാൻ കഴിയുമെന്ന്. എന്നാൽ ഉറങ്ങിക്കിടന്ന കർത്താവ് എഴുന്നേറ്റിട്ട് അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു. അവർ നിലവിളിച്ചത് കർത്താവിനോടാണ്, വേറെ ആരോടുമല്ല. പിന്നെ എങ്ങനെ അവിശ്വാസത്തെ ശാസിക്കുന്നു? അവരുടെ മനസ്സിന്റെ അവസ്ഥ കർത്താവിനറിയാം. അവർ എപ്രകാരം ചിന്തിക്കുന്നു എന്ന് കർത്താവിനറിയാം. ഇപ്രകാരം തന്നെയാണ് പല ദൈവമക്കളെന്ന് പറയുന്നവരുടെ അവസ്ഥ. We are easily carried away by the circumstances. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ വളരെ നിസ്സാരമായി സ്വാധീനിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ്, ഒരുവന് ക്രിസ്തുവിൽ വസിക്കണമെന്നുണ്ടോ? ഒരുവന് ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കണമെന്നുണ്ടോ? ലോകം ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന അനുഭവം ആ വ്യക്തിയിൽ കുറഞ്ഞേ പറ്റൂ. ലോകം ഒരു വ്യക്തിയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടോ അത്രത്തോളം ആ വ്യക്തിയിൽ ദൈവത്തിന്റെ സ്വാധീനം കുറയും. The more you are influenced by the world, lesser you are influenced by God.